ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 ബീഡ്സ് വേണം, റൗണ്ട് ബീഡ്സ് വേണം, ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് വേണം, അതേപോലെ തന്നെ ആൻറ്റി കളറിലെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ആൻറ്റി കളറിൽ തന്നെയാണ് നമ്മൾ ഈ 2 ബീഡ്സും എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെറ്റീരിയലിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന്, ഡിസൈൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ കണ്ടോ 2 ലൈൻസ് കൊടുത്തേക്കുന്ന കണ്ടോ, ആ ലൈൻസൊക്കെ നമുക്ക് ബീഡ്സാണ് വന്നിരിക്കുന്നത്. ഹൈഫിൻ കൊടുത്തേക്കുന്ന പോലെ 2 പ്രാവശ്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബീഡ്സ് വർക്കാണ് വരുന്നത്. അതിനുശേഷം കണ്ടോ കുറച്ച് റൗണ്ട്സ്, വലിയ റൗണ്ട്സ് കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഫ്ലവേഴ്സാണ് വരുന്നത്. ബീഡ്സിൻ്റെ തന്നെ ഫ്ലവേഴ്സ്. അതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് കൊടുത്തേക്കുന്ന കണ്ടോ, അതൊക്കെ നമുക്ക് ഫ്ലവേഴ്സാണ് വരുന്നത്, ബീഡ്സിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് കണ്ടോ സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് നമ്മൾ ആദ്യം നെക്കിൻ്റെ വലിയ റൗണ്ട്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന റൗണ്ട്സ് അതുപോലെ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ആ യോക്കിൻ്റെ പോർഷൻ വരെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. ആ 14 ലെങ്തിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഡിസൈൻ വരുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് അംഹോള് വരെയും ഏകദേശം ഈ ഒരു ലൈൻ വരച്ചിട്ട് താഴേക്ക് ഒന്ന് ചരിച്ച് കൊണ്ടുവന്ന് ആ യോക്കിൻ്റെ പോർഷനിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാനത് ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ബോർഡർ ലൈൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബോർഡർ ലൈനാണ്. അത് തൊട്ട് താഴെ കണ്ട ഒരു കുഞ്ഞു ലൈൻസും കൂടെ ഞാൻ വരച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം മൂന്നാമത് ഒരു ലൈനും കൂടെ വരച്ചു കൊടുത്തത്. നമുക്ക് ടോട്ടൽ 3 ലൈൻസ് അവിടെ വേണം. ബോർഡർ ലൈൻ ഉൾപ്പെടെ താഴേക്ക് 2 ലൈനും കൂടെ ഞാൻ വരച്ചു കൊടുത്തിട്ട് നമുക്ക് 3 ലൈൻസാണ് അവിടെ വേണ്ടത്. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യണമെന്ന് നോക്കിയോണേ. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു വലിയ റൗണ്ട് ഒരു ഷേപ്പ് എടുക്കുകയാണ്. ഞാൻ ഓർക്കുന്നില്ല എത്രയായിരുന്നു എൻ്റെ സൈസൊന്നും ഓർക്കുന്നില്ല. ആ ഒരു ഏകദേശം വലുപ്പമുള്ള ഒരു റൗണ്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ എടുക്കുക. എന്നിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുക. കണ്ടോ, ഇതേപോലെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്തു, ഒരു 3/4 ഇഞ്ചോളം ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത റൗണ്ട് വരയ്ക്കുക. അങ്ങനെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ബോർഡർ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വരച്ച് കൊടുക്കുക. മനസ്സിലായോ? ഈ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പേര് സ്റ്റെൻസിൽ എന്നാണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ആമസോണിൽ നിന്നല്ല വാങ്ങിച്ചത്, ഞാനിവിടെ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കുമായിരുന്നു. പിന്നെ ഇത് ഞാൻ കാണിച്ച പോലെ, ആ പാറ്റേണിൽ കാണിച്ച പോലെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ വരച്ചിട്ട് ഈ ഒരു മോഡലിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രെയിമിലേക്ക്. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടൊന്ന് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുവാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ മെറ്റീരിയലിലേക്ക് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഫ്രെയിമിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ അളവും കാര്യങ്ങളൊക്കെ വരച്ച് വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മൾ മെറ്റീരിയലിൽ ഫ്രെയിമിലേക്ക് വെക്കാവൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യമേ നമ്മൾ അളവുകളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രെയിമിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവിടെ പോയിൻറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യം കണ്ടോ ഈ ഒരു കട്ട് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണിക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ആ ലൈൻസ് ഇല്ലേ നമ്മുടെ ആ ബോർഡർ ലൈൻ ഞാനൊന്ന് ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ചെറിയൊരു ബീഡ്സ് ആയതുകൊണ്ട് നമുക്കധികം എന്താ പറയുക തെളിഞ്ഞ് കാണുന്നില്ല. പിന്നെ ഈ ഒരു കട്ട് ബീഡ്സാണ് നമ്മൾ ബോർഡർ ലൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പോവുക. ബാക്ക് സ്റ്റിച്ച് തന്നെ ചെയ്ത് പോവുക. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്ക് സ്റ്റിച്ചിൽ ഓരോ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് പോവുക. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള പ്രയോജനം എന്താണെന്നറിയോ, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മുടെ ബീഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അഴിഞ്ഞൊന്നും പോരത്തില്ല. വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോകത്തില്ല.
അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇപ്പോൾ കണ്ടോ, ഞാനൊരു 3 ലൈൻ ബീഡ്സുകൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബോർഡർ ലൈൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി ചെയ്തെടുക്കുക. അതിൻ്റെ താഴെ കണ്ടോ, താഴെ നമ്മൾ റൗണ്ട്സ് കൊടുത്തിട്ടില്ലേ, ആ റൗണ്ട്സിൽ നമ്മളൊരു സെൻറ്ററിലായിട്ടൊരു ബീഡ്സ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സ് എടുക്കുക, ആൻറ്റി ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സ് എടുക്കുക. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ബീഡ്സാണ്, ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റി ബീഡ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മുടെ വാഷ് ചെയ്താലൊന്നും കളറൊന്നും മങ്ങിപ്പോവത്തൊന്നുമില്ല. അപ്പോൾ കസ്റ്റമൈസൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ മാക്സിമം ഈ ഒരു ഇത്തരം ബീഡ്സുകളൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ ആ സെൻറ്ററിൽ ആ റൗണ്ട് ബീഡ്സിന് ചുറ്റും നമ്മുടെ ആ കട്ട് ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഒരു 4-5 ബീഡ്സ് നീഡിലേക്കും ത്രെഡിലേക്കും കയറ്റിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ദാ ഞാനിങ്ങനെ ഈ ഒരു റൗണ്ടിൻ്റെ പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ ഒരു 5 ബീഡ്സ് എടുത്തിട്ടുണ്ട്, 5 ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനെ ഒരു ഫ്ലവർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ അതാ ഇതേപോലെ ഒരു 5 ബീഡ്സ് വെച്ചിട്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുവാണേ. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ 2-3 ദിവസമെങ്കിലും എടുക്കും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ, അതായത് കുറേ സമയം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ആ ഫ്ലവേഴ്സ് ചുറ്റിനും ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 5 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഒരു റൗണ്ട്സ് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണേ. ഒരേപോലെ കിട്ടും നമുക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള റൗണ്ട്സുകളല്ലേ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ റൗണ്ട് ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക, അതിന് ചുറ്റിനും കട്ട് ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ്സ് 5 ബീഡ്സ് എടുത്തിട്ട് ഇതേപോലെ ഫ്ലവേഴ്സാക്കി എടുക്കുക. ഇതേപോലെ ചുറ്റിനും ആക്കി ഇങ്ങനെ എടുക്കുക. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ എന്താ, ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് കണ്ടോ, ആ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് കണ്ടോ നമുക്ക് ആ ഒരു കട്ട് ബീഡ്സ് ഇല്ലേ, നമ്മൾ ആദ്യം കാണിച്ച കട്ട് ബീഡ്സ് അതൊന്ന് എടുക്കുക. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഈ ഫ്ലവർ ചെയ്തല്ലോ, ഈ ഫ്ലവറും അപ്പുറത്തെ ഫ്ലവറും തമ്മിലുള്ള ഒരു അകലം നോക്കിക്കോണേ. അപ്പോൾ ഏകദേശം ഈ അകലത്തിൽ തന്നെ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ, ഡിസൈൻ ചെയ്യാനായിട്ട്, വരച്ചു കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചാണല്ല ഈ റൗണ്ട്സ് വരയ്ക്കുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലവറും അടുത്ത ഫ്ലവറും എല്ലാം കൂടെ ഒരുമിച്ചായി പോകും. അതുകൊണ്ട് ഇത്ര ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. വരയ്ക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ കണ്ടോ, ഞാൻ ആ പാറ്റേണിനകത്ത് കാണിച്ചില്ലേ കുറച്ച് റൗണ്ട്സ്, കുഞ്ഞു റൗണ്ട്സ് കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവാണേ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു റൗണ്ട് ബീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കട്ട് ബീഡ്സ് എടുക്കുക. നമ്മളിപ്പം മുകളിൽ ചെയ്തില്ലേ, നമ്മൾ ആ താഴേക്കൊരു വി ഷേപ്പിൽ നമ്മൾ ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഓരോ ബീഡ്സായിട്ട് 4-5 സൈഡിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ താഴേക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ കൊടുക്കുക, അടുപ്പിച്ചല്ല, അത്യാവശ്യം സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ കൊടുക്കുകയാണ്. എന്നാലേ നല്ലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ ഒരു വർക്കിന്. കണ്ടോ, ഇതേപോലെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണേ. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം, ആ ഒരു നെക്കിൻ്റെ ആ ഒരു താഴത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ബീഡ്സ് വർക്ക് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും നമ്മുടെ സ്റ്റിക്ക് ബീഡും ഒക്കെ ഇല്ലേ, സ്റ്റിക്ക് ബീഡൊക്കെ നമുക്ക് കാണിച്ചല്ലോ, അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇച്ചിരി തിക്കായിട്ട് ചെയ്ത് കൊടുക്കണേ. താഴേക്ക് വരുംതോറും അത്യാവശ്യം കുറച്ച് വിതറിയ പോലെ ചെയ്ത് കൊടുത്താൽ മതി, സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്തും കൊടുത്താൽ മതിയേ. തിക്ക് വേണ്ട, അല്ലാണ്ട് നമ്മൾ കുറച്ച് അകറ്റി ചെയ്ത് കൊടുത്താൽ മതി. താഴേക്ക് വരുംതോറും നമ്മുടെ യോക്കിൻ്റെ പോർഷനിലേക്ക് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മുകളിലത്തെ ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നല്ല ഈ ഒരു അളവിൽ തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം നോക്കിക്കോണേ, നമ്മൾ
ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ ബോർഡർ ലൈൻ കണ്ടോ, ആ ഒരു ബോർഡർ ലൈൻ ഞാനൊരു 3 ലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ്, അതാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മളെന്താ ചെയ്തിരിക്കുന്നത്, ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ആ ഫ്ലവറാണ് ഈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് കണ്ടോ ആ ഒരു ഫ്ലവർ, കുഞ്ഞുമുട്ട് പോലത്തെ ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ട്. പിന്നെ അതിന് ശേഷം താഴേക്ക് കണ്ടോ, നമ്മളിപ്പോൾ റൗണ്ട് ബീഡ്സ് നമ്മളിപ്പോൾ ചെയ്തില്ലേ, ഈ റൗണ്ട് ബീഡ്സ് അതാണ് താഴേക്ക് സ്പ്രെഡ് ചെയ്ത പോലെ അതിനകത്ത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതപ്പോൾ യാമിയുടെ ഡിസൈനാണ് കേട്ടോ. യാമി എന്ന് പറയുന്ന ഒരു ബൊട്ടിക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസാണ് അവരുടേത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞു ചെയ്ത് കാണിക്കുമോ എന്നോട് ഒത്തിരി പേര് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്, പാർട്ടി വെയർ ആണ്. ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്